ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് നമ്മൾ വെറും 3 ഹെയർ ബുഷ് വെച്ചിട്ട് ഒരു സാന്റാക്ലോസിൻ്റെ കീ ചെയിൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അതിനായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള 3 ബുഷ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ചിക്കു, ഒരെണ്ണം റെഡ് ആൻഡ് വൈറ്റ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഇന്നത്തെ സാന്റ നിർമ്മിക്കുന്നത്. ഫസ്റ്റിൽ ഞാനിതാ ഈ ഒരു ചിക്കു കളർ റബ്ബർ ഒന്ന് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് തിരിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വിടർത്തിയെടുക്കുക കേട്ടോ. അതിന് ശേഷം അതിൻ്റെ സെൻറ്ററായിട്ട് ഞാനൊരു സർക്കിൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു ഇത് വെച്ച് സൂചി നൂല് വെച്ച് ഞാനതൊന്ന് തുന്നിക്കൊടുക്കുകയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇതാണ് ഈ ഒരു കീ ചെയിന്. ചെറിയ സൂചി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് തുന്നിയെടുക്കാനായിട്ട് സാധിക്കും. ആ മടങ്ങി വെക്കുന്ന പോർഷനിലൊക്കെ നമ്മൾ ജസ്റ്റ് കൈയൊന്ന് വെച്ച് നിവർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് ഇപ്പം വീഡിയോ ഇത്തിരി സ്പീഡ് കൂട്ടി കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനായിട്ട്. ഇത് നമുക്ക് എന്താ പറയുക, കുട്ടികൾക്കായാലും സാന്റയെ നിർമ്മിക്കണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്കും വലിയവർക്കായാലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മെത്തേഡാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ആ റൗണ്ട് ഷേപ്പ് ഞാനൊന്ന് 2 ഭാഗത്തായിട്ട് തുന്നിയെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ പോകുന്നത്. 2 ഇതും ഞാൻ കൂട്ടി പിടിച്ചിട്ട് ഒന്നിച്ചാണ് കേട്ടോ തുന്നിയിട്ടുണ്ടായത്. ഇത് മുറിച്ചെടുക്കുമ്പം ഇത്തിരി ടാസ്ക് ആയിരുന്നു എനിക്കിത്, കാരണം ഇത് ചെറിയൊരു കത്രികയായിരുന്നു. നിങ്ങൾ എടുക്കുമ്പോൾ വലിയ കത്രിക തന്നെ എടുക്കാം കേട്ടോ. ഇനി അത് ഫുള്ളായിട്ട് തുന്നി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ നമുക്ക് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതെന്തിനാണെന്നറിയാം, നേരെ ഇത് ഓപ്പോസിറ്റ് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ഹോൾ വഴി നമുക്ക് ഉള്ളിലുള്ള ഭാഗത്തെ പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇത് നമ്മൾ ഈ ഒരു അടിവ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു വശം നമുക്ക് ഉള്ളിലാക്കി എടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ തയ്യാറാക്കുന്നത് സാന്റയുടെ ഫേസ് ആണ്. അപ്പോൾ നേരത്തെ വന്ന ആ ഒരു പീസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ എൻഡൊക്കെ നമ്മൾ മുറിച്ച് കളഞ്ഞല്ലോ. അപ്പോൾ അത് തന്നെ ഇനി ഇതല്ല വെക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ വെച്ച് ഫില്ല് ചെയ്യാം കേട്ടോ. ആ ഒരു ഹോളിൽ കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ സാന്റയുടെ മുഖമൊക്കെ ഒന്ന് ചബ്ബിയായിരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഇതിനുള്ളിലേക്ക് കടത്തി വെക്കുന്നുണ്ട്. കോട്ടൺ യൂസ് ചെയ്യുന്നവർക്ക് അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഫേസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓവറായിട്ട് നമ്മളതിൽ ഒന്നും ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു ഫേസിൻ്റെ ആ ഒരു രൂപം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ റെഡും വൈറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടിനെയും നമ്മൾ ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് തിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിന് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു സൂചി നൂലും എടുത്തതിന് ശേഷം അതിൻ്റെ 2 എൻഡും കൂടെ ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് ആ ഒരു വശം തന്നെയാണ് ഞാൻ തുന്നിക്കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒന്ന് തുന്നിക്കൊടുക്കുക. നമ്മൾ ആ ഒരു ക്യാപ്പ് ഉണ്ടാക്കിയെടുക്കാനാണ് ഇത് തുന്നിയെടുക്കുന്നത് കേട്ടോ. എനിക്കിപ്പം വലിയ സൈസ് പുഴു വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, മീൻസ് ഹെയർ ബുഷ് വേണമെങ്കിൽ അതെടുക്കാം. ഇതുപോലെ നമ്മൾ ഒന്ന് തുന്നിക്കൊടുക്കുക കേട്ടോ. കുറച്ച് അടുപ്പിച്ചുള്ള സ്റ്റിച്ചിങ്ങിലാണെങ്കിൽ നന്നായിട്ടിരിക്കും അതിൻ്റെ ഫൈനൽ ലുക്ക്. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് തുന്നുന്നത്, കാരണം ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണല്ലോ. കുറച്ചും കൂടി അടുപ്പിച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഫുള്ളായിട്ടൊന്നത് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഇതൊന്ന് നമ്മളിവിടെ സൂചി നൂലൊക്കെ ഒന്ന് വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഈ വൈറ്റ് പോർഷനിൽ നിന്ന് അവിടുന്ന് ഒരു പകുതി വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കത്രിക എടുക്കുമ്പം എപ്പോഴും വലിയ സൈസ് കത്രിക എടുക്കുക. ഈ കത്രിക അത്യാവശ്യം മൂർച്ചയുണ്ട്, പക്ഷേ ഇത് എന്താ പറയുക, ഈ ഒരു സംഭവങ്ങൾ അങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ആർക്ക് കണ്ടില്ലേ, ആ ഒരു ഷേപ്പിൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ തുന്നിക്കൊടുക്കാം. ആ ഒരു ക്യാപ്പിൻ്റെ ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് തിരിച്ചിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ക്യാപ്പ് ഷേപ്പ്. നമുക്ക് ഇത് തുന്നിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും കേട്ടോ. ഫുള്ളായിട്ട് ഞാനിത് ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ ക്രിസ്മസിനായിക്കോട്ടെ, നമ്മളെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും കുട്ടികൾക്ക് നമ്മുടെ ഹെയർ ബാൻഡിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയൊരു എന്താ പറയുക, അത്രയും ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണിത്. കീ ചെയിനിന് മാത്രമല്ല, നമുക്ക് ഹെയർ ബാൻഡിൻ്റെ മേലെയും ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഹെയർ ബാൻഡിന് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത്തിരി വലിയൊരു സൈസ് കത്രിക എടുത്തിട്ടുണ്ട്, പക്ഷേ ആ കത്രികയൊക്കെ അബദ്ധവശാൽ മൂർച്ചം കുറവായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മുറിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് കണക്കായിട്ട് അത് കട്ട് ചെയ്ത് ഒന്ന് ഞാൻ തിരിച്ചിട്ടപ്പോൾ കണ്ടില്ലേ, നല്ലൊരു കിഡിലൻ ക്യാപ്പായിട്ടുണ്ടല്ലോ.
സാൻഡയുടെ അതേ ക്യാപ്പായിട്ടുണ്ട്. ഈ ബുഷിൽ ഇത് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട് അതിന് കേട്ടോ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വൈറ്റ് പോർഷൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ചെറിയൊരു കടലാസാണ് ഞാൻ തിരികെ കയറ്റിയിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ക്യാപ്പിൻ്റെ എൻഡിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കാനാണ് വളരെ ചെറുതായിട്ടുള്ള സാധനം ഞാൻ നൂല് വെച്ച് ജസ്റ്റ് ഒന്ന് കെട്ടി അതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഒട്ടിച്ചെടുക്കാൻ ഉള്ളതാണ് കേട്ടോ. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഫേസ് ഇതിനോടൊന്ന് ജോയിൻ ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. ഗ്ലൂ ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഗ്ലൂ ഗണ്ണ് ഞാൻ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം, ടാഗ് ചെയ്യാം. അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായും വാങ്ങിക്കാൻ. നല്ല അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള ഗണ്ണാണ് ഗ്ലൂ ഗൺ. അപ്പോൾ നമ്മൾ ഫേസ് അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗണ്ണിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നല്ല അടിപൊളി യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായും വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ 4 സൈഡും കൂടെ ഒന്ന് ആ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അതവിടെ നിന്നോളും. ഇത് വെച്ച് ഒട്ടിക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു നേരത്തെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ, അതും കൂടെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അപ്പൂപ്പൻ്റെ ഒരു താടിയാണ് അടുത്തത് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ വെറും 3 ബുഷ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, കണ്ടില്ലേ? അതുകൊണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വർക്ക് തന്നെയാണിത്. അപ്പോൾ അത് ആ സൈഡിൽ ഒന്ന് സ്റ്റിക്ക് തേച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെറുതായിട്ട് നമ്മൾ നേരത്തതാ ഈ ഒരു ലെങ്ത്ത് വെച്ചിട്ട് ആ ബുഷ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റ്. അപ്പോൾ അതിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് താടിയായിട്ട് നമ്മൾ അപ്പൂപ്പൻ്റെ താടി ഉണ്ടാവുമല്ലോ, വളരെ നീണ്ടു നിൽക്കുന്ന, അപ്പോൾ അതായിട്ട് ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കണ്ണ് വെക്കണം. അപ്പൂപ്പൻ്റെ കണ്ണ് വെക്കാനാണ് പോകുന്നത്. അതിന് ഇതുപോലെ സൂചി നൂലും എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് കണ്ണിൻ്റെ ഏകദേശം ആ ഒരു ഏരിയയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു കല്ലയാണ്, ഒരു ബീഡാണ് വെച്ച് തുന്നിക്കൊടുക്കുന്നത്, ബ്ലാക്ക് കളറിലുള്ളത്. ഈ ഒരു ബീഡും അതുപോലെ തന്നെ ഈ ബുഷും ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പ്രൊഡക്റ്റ് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നത്, ആവശ്യക്കാർ തീർച്ചയായും വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ ഒരു വശത്തെ കണ്ണ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് നേരെ തന്നെ ഇപ്പുറത്തെ സൈഡും കൂടെ അതൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ കണ്ണ് നമ്മൾ തുന്നിയെടുക്കുമ്പം വളരെ നേരെ വരുന്ന, രണ്ടും ഒരുപോലെ വരുന്ന വിധത്തിൽ തന്നെ തുന്നിയെടുക്കുക. അങ്ങനെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അതിന് ഒരു അട്രാക്ഷൻ ഉണ്ടാകത്തില്ല കേട്ടോ. ഇതിപ്പോൾ നേരെയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പം തോന്നുന്നില്ല. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് വലിച്ച് തുന്നിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ കൺകുഴിയൊക്കെ വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും, വലിച്ച് നമ്മൾ തുന്നിക്കൊടുക്കുന്നത്. ഇനി ഈ ഒരു നൂലുണ്ടല്ലോ, നമ്മൾ അവിടെ വെച്ച് പൊട്ടിച്ച് കളയുന്നില്ല, അതിൻ്റെ താടിയുടെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കുത്തിക്കൊടുത്ത് നേരെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ കീ ചെയിനാണല്ലോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കീ ചെയിനിന് വേണ്ടുന്ന ആ ഒരു ഹാങ് ചെയ്തിടാൻ വേണ്ടി നമുക്കൊരു ഇത് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഇത് വെച്ച് തന്നെയാണ് തുന്നുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംഭവം ഇതിന് മേലെ ഒട്ടിച്ചെടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പം ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നൂല് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ കീ ചെയിൻ്റെ മേലെ നമുക്ക് ഹാങ് ചെയ്തിടണമെങ്കിൽ ഇങ്ങനെ വേണ്ടേ. ഇനി അതല്ല, നമുക്ക് ഇത് തന്നെ ഡയറക്റ്റ് കീ ചെയിൻ്റെ മേലെ ഹാങ് ചെയ്തിടാനും പറ്റും. അപ്പം ഞാനത് നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം നമ്മുടെ അപ്പൂപ്പൻ്റെ മൂക്കുണ്ടാവുമല്ലോ, മൂക്ക് ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടി ഞാൻ ഈ ബുഷിനെ തന്നെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ചെറുതായിട്ടൊരു യെല്ലോ പെയിൻറ്റ് കൂടെ അടിച്ചെടുത്തതാണ് കേട്ടോ. യെല്ലോ പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് കൈവച്ചൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തതാണ്. ഇനി അപ്പൂപ്പൻ്റെ വലിയ മീശ, കൊമ്പൻ മീശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതും ആ ബുഷ് തന്നെ ചെറുതായിട്ടൊന്ന് ആ മീശയുടെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളൊരു അപ്പൂപ്പനെ മേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൂപ്പൻ്റെ ഫേസ് ഒരു കീ ചെയിനിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കീയിൽ ഇട്ട് കൊടുക്കാം. ഉണ്ടല്ലോ, ഈ ചാവീൻ്റെ മേലെ നമ്മളിതൊന്ന്
ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാനിതാ കാണിക്കാം. വളരെ ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ ഉണ്ടാക്കണം എന്നുള്ളവർ തീർച്ചയായും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഒക്കെ ഇത് അയച്ചു കൊടുത്തേക്കൂ. തീർച്ചയായും അവർക്കത് ആവശ്യം വരും കേട്ടോ. വളരെ ക്യൂട്ടായതുകൊണ്ട് തന്നെ നമുക്കിത് ഹെയർ ബാൻഡിലും വളരെ ചെറുതായിട്ട് ചെയ്തെടുക്കാം. ഇനി ഹെയർ ബാൻഡിൽ ചെയ്ത് കാണിക്കണം എന്നുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു കുഞ്ഞ് അപ്പൂപ്പനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.